ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നിവിടെ കപ്പയും ചിക്കൻ കറിയും ഉണ്ടാക്കാൻ നോക്കാം. അതിനാവശ്യമായ കുറച്ച് കപ്പ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറുതായിട്ട് നുറുക്കിയ കുറച്ച് ചിക്കനും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കപ്പ കഴുകി വൃത്തിയാക്കി അടുപ്പത്തേക്ക് വെക്കാനായിട്ട് നോക്കാം. ഞാനിവിടെ ചെറുതായിട്ട് നന്നായിട്ട് നുറുക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുക്കാം. ഞാനിവിടെ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനാവശ്യമായ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവോള, കറിവേപ്പില എന്നിവയെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചേർക്കാനായിട്ട് ഒരു ചെറിയ തക്കാളിക്ക് ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അടുപ്പത്ത് നമ്മൾ വെച്ചിട്ടുള്ള കപ്പ നല്ല വെന്ത് പാകമായി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഊറ്റി അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പില എന്നിവയെല്ലാം ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ കറി വെക്കാനായിട്ട് ഒരു ചെറിയ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണയും കടുകും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, സവോള, പച്ചമുളക്, തക്കാളി, കറിവേപ്പില എന്നിവയെല്ലാം നമ്മൾ ചേർത്ത് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നല്ല ബ്രൗൺ കളറാകുന്നോടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് നല്ല ബ്രൗൺ കളറിൽ വഴണ്ടി കിട്ടും. അപ്പം നമുക്കിവിടെ ആവശ്യമായ രീതിയിൽ സവോള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, അതുപോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ എന്നിവയെല്ലാം നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണം എല്ലാം മാറുന്നോടം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാതെ നമ്മൾ സൂക്ഷിക്കണം. നന്നായിട്ട് കൈവിടാതെ ഇളക്കി നന്നായിട്ട് അതിൻ്റെ പച്ചച്ചുവ മാറ്റിയതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഗ്രേവി പോലെ ആക്കിയെടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. പാകത്തിന് നമുക്കിവിടെ വെന്ത് കുറുകി വന്നിട്ടുണ്ട്. നന്നായിട്ട് നല്ല ഗ്രേവിയൊക്കെ പാകത്തിന് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. കപ്പയാകുമ്പോഴേക്കും നമുക്ക് അതിൽ കുറച്ച് ഗ്രേവി വേണമല്ലോ. അപ്പോൾ അത് കാരണം നമ്മുടെ ആവശ്യത്തിന് ഗ്രേവി ആക്കിയെടുത്ത് കറി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കപ്പയും അതിലേക്ക് കുറച്ച് ചിക്കൻ കറിയും എടുത്ത് നമുക്ക് കഴിച്ചു നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.